പഞ്ചാബിലെ ജലന്ധർ രൂപതയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ വഞ്ചി സ്ക്വയറിൽ നടത്തിയ നാടകത്തിൽ വരെ എത്തിയപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തവരെ, ആ ഗൂഢശക്തികളെ തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും നിഷ്പ്രയാസം സാധിക്കും. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് പുരോഹിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, നമ്മളൊരു നാണം കെട്ട കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കന്യാസ്ത്രീകളുടെ സ്പോൺസേഡ് സമരത്തിന് പണമൊഴുക്കി ചുക്കാൻ പിടിച്ചവർ തൃശ്ശൂരിലുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ എട്ടും പൊട്ടും തിരിയാത്ത, പീഡനമെന്ന വാക്കിന്റെ അർത്ഥം പോലും തിരിച്ചറിയാത്ത കൊച്ചുകുട്ടികളെ വരെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ എറണാകുളത്ത് ഇറക്കുമതി ചെയ്തപ്പോൾ അവർ സ്വയം പരിഹാസ്യരായി തീരുകയായിരുന്നു. ആരാണിവരെന്നും ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഏവർക്കും മനസ്സിലായി. ഈ ക്രൈസ്തവ സഭാവിരുദ്ധ ശക്തികളോടൊപ്പം കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഏതാനും സഭാവിരുദ്ധന്മാരും സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കൈകോർത്തു. ഒപ്പം ചില യുക്തിവാദികളും തീവ്രവാദ മതശക്തികളും ഒന്നിച്ച് അണിനിരന്നു. അവരാണ് തങ്ങളുടെ അജണ്ടകൾ നടപ്പാകാതെ പോയതിൽ രോഷം പൂണ്ട് പ്രകടന പ്രഹസനങ്ങളുമായി തെരുവിലിറങ്ങിയത്. സ്ത്രീകളെ പുരുഷന്മാരുടെ കൃഷിയിടമായി മാത്രം കാണുന്ന തീവ്ര മതവിശ്വാസ സങ്കല്പത്തിന്റെ വക്താക്കൾ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് ആവർത്തിച്ച് വീണ്ടും ബാനറും പിടിച്ചിറങ്ങിയത് തികച്ചും വൈരുദ്ധ്യാത്മികവും വൈകൃതവുമായി പോയി. ഇവർക്കെല്ലാം അകമഴിഞ്ഞ പിന്തുണയുമായി 10 പൈസയുടെ പ്രയോജനമില്ലാത്ത അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാധ്യമ ജഡ്ജിമാരും ചില ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരും എല്ലാവരും കൂടി ചേർന്ന് സംഗതി അങ്ങോട്ട് ജോറാക്കി.